ദുബായ് നഗരത്തിലെ പാർക്കിംഗ് മീറ്ററുകളുടെ പ്രവർത്തന രീതി മാറുന്നു. പുതിയ മെഷീനുകളിൽ പാർക്കിംഗ് ഫീസ് അടച്ചാൽ രശീദ് വാഹനത്തിൽ പ്രദർശിപ്പിക്കേണ്ടതില്ല. പരീക്ഷണാടിസ്ഥാനത്തിൽ പുതിയ മീറ്ററുകൾ നഗരത്തിൽ സ്ഥാനം പിടിച്ചു കഴിഞ്ഞു. നിലവിൽ പാർക്കിംഗ് മീറ്ററുകൾ വഴി ഫീസ് അടയ്ക്കാൻ ആദ്യം വാഹനം പാർക്ക് ചെയ്ത് പാർക്കിംഗ് മെഷീന് അരികിലെത്തണം. പണമടച്ച് വീണ്ടും നിർത്തിയിട്ട വാഹനത്തിനടുത്തെത്തി റെസിപ്റ്റ് ഡാഷ്ബോർഡിൽ പ്രദർശിപ്പിക്കണം. എന്നാൽ ഈ രീതി മാറുകയാണ്. പുതുതായി സ്ഥാപിക്കുന്ന മീറ്ററുകളുടെ സ്ക്രീനിൽ ആദ്യം വാഹനത്തിന്റെ നമ്പർ ടൈപ്പ് ചെയ്യണം. ദുബൈക്ക് പുറമെ മറ്റ് എമിറേറ്റുകളിലെയും സൗദി, ഒമാൻ തുടങ്ങിയ രാജ്യങ്ങളിലെയും പ്ലേറ്റ് നമ്പറുകൾ രേഖപ്പെടുത്താം. എത്ര സമയത്തേക്കാണ് പാർക്കിംഗ്, പണം ഈടാക്കേണ്ട രീതി എന്നിവ രേഖപ്പെടുത്തണം. പണമടച്ചാൽ ഉടൻ റെസിപ്റ്റ് എത്തും. പഴയ രീതി അനുസരിച്ച് ഈ കാർഡ് വാഹനത്തിൽ സൂക്ഷിക്കണം, വാഹനത്തിന്റെ ഡാഷ്ബോർഡിൽ സൂക്ഷിക്കണമായിരുന്നെങ്കിൽ ഇനി അതിന്റെ ആവശ്യമില്ല. പണമടച്ചതിന് തെളിവായി രസീത് കയ്യിൽ സൂക്ഷിച്ചാൽ മതി. പാർക്കിംഗ് ഫീസ് അടച്ചതിന്റെ വിശദാംശങ്ങൾ RTA സിസ്റ്റത്തിൽ രേഖപ്പെടുത്തി കഴിഞ്ഞു. ആദ്യഘട്ടത്തിൽ ജാഫലിയ മെട്രോ സ്റ്റേഷന് സമീപം എമിഗ്രേഷൻ ഓഫീസിന്റെ പാർക്കിംഗിലാണ് പുതിയ മീറ്ററുകൾ സ്ഥാപിച്ചിരിക്കുന്നത്. രശീദ് പരിശോധന ഒഴിവാക്കി ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സംവിധാനമുള്ള വാഹനം പാർക്കിംഗ് നിയമലംഘനം പരിശോധിക്കാനായി രംഗത്തിറക്കുന്നതിന്റെ മുന്നോടിയായാണ് പാർക്കിംഗ് മീറ്ററുകൾ മാറുന്നത്. മൊയിനുദ്ദീനൊപ്പം ഷിനോ ഷംസുദ്ദീൻ, മീഡിയ 1, ദുബായ്.